ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പ്രയോഗമാണ്. ബെൻ ജോൺസനാണ് അത് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് അത് ഷേക്സ്പിയറിന്റെ മച്ച് ആൻഡ് അബൌട്ട് നത്തിങ് എന്നുള്ള നാടകത്തിലും ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിര് കവിഞ്ഞ ജിജ്ഞാസ, ആ ക്യൂരിയോസിറ്റി അത് ആപത്തിലേക്ക് നയിക്കും എന്നാണ് അതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനോ അപരൻ്റെ കാര്യങ്ങളിലേക്കുള്ള ഇടപെടലോ അവരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള നുഴഞ്ഞുകയറ്റമോ എല്ലാം നമ്മെ ആത്യന്തികമായി അപകടത്തിൽ കൊണ്ടുവന്നിരിക്കും. ക്യൂരിയസായ പൂച്ച അവസാനം ചത്തുപോയതുപോലെ അല്ലെങ്കിൽ ചാവേണ്ടി വന്നതുപോലെ നമ്മളും ഇപ്രകാരമുള്ള ക്യൂരിയോസിറ്റി അതിര് കവിഞ്ഞ് അല്ലെങ്കിൽ അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ തലത്തിലേക്ക് പോയാൽ അപകടത്തിലാവും എന്ന് തന്നെയാണ് അതിൻ്റെ വ്യക്തമായ സൂചന. ആവശ്യം ഇല്ലാത്ത അറിവ് അനാവശ്യമായ അറിവ് തന്നെയാണ്. ആവശ്യമില്ലാത്ത അറിവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, അനാവശ്യമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒന്നാണ് നമ്മുടെ ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലെല്ലാം എന്ത് നമ്മൾ നോക്കിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലേൺ മോർ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രൊമോ കാണും. ആ ലേൺ മോറിൽ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ പിന്നെ പോകുന്നത് വേറെ ഏതോ ലോകത്തേക്കായിരിക്കും. അവിടെ മോർ ആൻഡ് മോർ ആൻഡ് മോർ അങ്ങനെ മോറായി പോയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് വരാൻ പറ്റാത്തതെന്നുള്ള അപകടത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം വായിക്കുന്നതിന് മുമ്പോ, ഏതൊരു കാര്യം കാണുന്നതിന് മുമ്പോ, ഏതൊരു കാര്യം കേൾക്കുന്നതിന് മുമ്പോ ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് അനാവശ്യമാണ്. അങ്ങനെ അനാവശ്യമാണെന്ന് മനസ്സിലായാൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഈ അഡിക്ഷനിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് പോർണോഗ്രഫിയുടെ അതുപോലെ ഡ്രഗ്സിൻ്റെ ഒക്കെയുള്ള ആ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നവർ, അതുപോലെ തന്നെ ഈ യെല്ലോ റീഡിംഗ് എന്ന് പറയും, മഞ്ഞ പുസ്തകങ്ങളുടെ വായന, ഇവിടെയെല്ലാം നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ക്യൂരിയോസിറ്റിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അപകടങ്ങൾ ചെന്ന് ചാടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തിനു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവെന്നും നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന, നമ്മുടെ മനസ്സിനെ നമ്മുടെ പരിധിയിൽ നിൽക്കാൻ പറ്റാത്തവണ്ണം നമ്മുടെ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാം അനാവശ്യമാണ്. അത് ആവശ്യമില്ലാത്തതാണ്. ആവശ്യമായിട്ടുള്ള എല്ലാം ദൈവം നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുവദിച്ചിട്ടുണ്ട്, ശരീരത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ശരീരത്തിന് ആവശ്യമില്ലാത്ത, പ്രകൃതിക്ക് നിരക്കാത്ത, അതുകൊണ്ടാണ് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത്, ആ തലങ്ങളിലേക്ക് നമ്മുടെ ജിജ്ഞാസയെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടത്തിൽ തന്നെ ചാടും. അതുകൊണ്ട് ഈ ജിജ്ഞാസയ്ക്ക് എതിരെ നോ പറയാൻ കഴിയുന്ന ആ ഒരു ശീലം നമ്മൾ ബോധപൂർവം വികസിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കാണേണ്ടാത്തത് കാണാതിരിക്കാനും, കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കാനും, പറയേണ്ടാത്തത് പറയാതിരിക്കാനും, വായിക്കേണ്ടാത്തത് വായിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബലം കിട്ടുകയുള്ളൂ. ആ ബലം ആദ്യമേ നമ്മൾ ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശീലിക്കാൻ സാധിക്കില്ല. ഒരുപാട് കഥകൾ നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോയതിന് കാരണം കുഞ്ഞിനോട് കൂടിന് പുറത്തേക്ക് നോക്കരുത്, കൂടിന് പുറത്തേക്ക് എത്തരുത് എന്ന് പറഞ്ഞു പോയ തള്ളക്കോഴിയെ അവഗണിച്ചത് ഈ കുഞ്ഞിക്കോഴിയുടെ ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണ് പുറത്തുള്ളത് എന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഒന്ന് തലയിട്ട് നോക്കിയതേ ഉള്ളൂ. അത് കോഴിക്കുഞ്ഞിനെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഓരോന്നും നമുക്ക് ആവശ്യമില്ലാത്ത ക്യൂരിയോസിറ്റി, നമുക്ക് നമ്മുടെ പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ എൽഡേഴ്സും, നമ്മുടെ ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ല ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചാൽ ഒരിക്കലും ഒരു അപകടവും ഒരു അഡിക്ഷനും ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അതിര് കവിഞ്ഞ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ജിജ്ഞാസയെ മറികടക്കാൻ തക്കവണ്ണം മനസ്സ് നല്ല വായന കൊണ്ടും നല്ല ശീലം കൊണ്ടും നല്ല ചിന്ത കൊണ്ടും നല്ല പ്രവൃത്തിയിലും അയക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാം. അപ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും, വിശുദ്ധി ഉണ്ടാവും, നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.